കർത്താവിൻ്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നാം കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം പ്രാക്ടിക്കൽ ഇവാഞ്ചലിസം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ സുശേഷീകരണത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് നാം അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ക്ലാസ്സുകളാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അതിൽ ആത്മീയമായുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിപ്പാനിടയായിത്തീർന്നു. 16-ൽ പരം ക്ലാസ്സുകൾ അങ്ങനെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത് ഭൗതികമായി നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സുവിശേഷം പങ്കുവയ്ക്കുന്നതിനോ ഒരു ഭവനം സന്ദർശനത്തിനോ വ്യക്തിപരമായ സുവിശേഷീകരണത്തിനോ അതെ ഡോർ ടു ഡോർ ഇവാഞ്ചലിസം ഓർ പേഴ്സണൽ ഇവാഞ്ചലിസം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് നാം അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിപ്പാനിടയായിത്തീരുന്നത്. അതിൽ ഒന്നാമതായി നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത് ഗൈഡ് ടു ദ പൈനിയേഴ്സ്. പുതിയ പ്രവർത്തനങ്ങൾക്കായി നമ്മൾ പോകുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ശാരീരിക തയ്യാറെടുപ്പുകളെ കുറിച്ചും ഉണ്ട്, ഭൗതികമായ കുറെ തയ്യാറെടുപ്പുകൾ. അതിലൊന്ന് നമ്മൾ ശ്രദ്ധിച്ചത് ദന്തശുദ്ധിയായിരുന്നു. നമ്മളുടെ സമീപത്തിരുന്ന ഒരാൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദുസ്സഹമായ ഒരു ഗന്ധത്തോടുകൂടി നാം അവരോട് സംസാരിച്ചാൽ വചനം കേൾക്കാനായി ആളുകൾ ഇരിക്കുമ്പോൾ അവരുടെ ഉള്ളത്തിൽ താല്പര്യമുണ്ടെങ്കിലും 1 മിനിറ്റ് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നമ്മുടെ അരികിൽ ആഗ്രഹത്തോടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വായിലെ ഗന്ധം അതവർക്ക് ദുസ്സഹനമായി തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ സമീപത്തിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടായിത്തീരും. അതുകൊണ്ട് നമ്മൾ നന്നായി ദന്തശുദ്ധി വരുത്തി വേണം നമ്മൾ ആ വ്യക്തികളോട് സുവിശേഷം പങ്കുവയ്ക്കാൻ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അത് പണ്ടത്തെ കാലത്തൊക്കെ ഉമ്മക്കരിയും ഒക്കെ ഉപ്പും ഒക്കെ ഇട്ട് തേക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അത് കാലങ്ങളിലൊക്കെ മാറി. ഓക്കെ, ഇപ്പം സെൻസഡൈൻ തുടങ്ങിയ ഒരുപാട് നല്ല നല്ല പേസ്റ്റുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ നമ്മൾ നമ്മുടെ വീട്ടിലാളുകൾ വിസിറ്റിങ്ങിന് വരുമ്പോൾ ആണെങ്കിലും ഒരാളിനോട് സമീപത്തിരുന്ന് സംസാരിക്കുമ്പോഴാണെങ്കിലും അത് നല്ല ശുദ്ധമായ ക്ലീൻ മൗത്തോടു കൂടി നമ്മളിരുന്ന് ഗോസ്പൽ ഷെയർ ചെയ്താൽ എപ്പോഴും അത് കേൾവിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് നമ്മൾ ശ്രദ്ധിപ്പാനുണ്ട്. രണ്ടാമത് വസ്ത്രധാരണത്തെക്കുറിച്ചാണ്. ശരീരം പ്രൊജക്റ്റ് ചെയ്യുന്ന വസ്ത്രങ്ങൾ ധരിക്കാതെ യോഗ്യമായി ധരിച്ച് നമ്മൾ പോകുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം എല്ലാം വിശദമായിട്ട് നമ്മൾ പറഞ്ഞാണ്. മൂന്നാമത് നമ്മൾ ചിന്തിച്ച് പാതകത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ഇടുന്ന പുറത്തിട്ടുകൊണ്ട് നമ്മൾ ചെല്ലുന്ന ഷൂ കൊണ്ടോ ചെരുപ്പ് കൊണ്ടോ വീട്ടിൽ കയറരുത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിപ്പാനിടയായിത്തീർന്നു. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ലാത്തവർ ദയവായിട്ടത് കേൾക്കാൻ ശ്രമിച്ചാണ്. മൂന്നാമത് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ കൊടുക്കുന്ന ഇൻഫർമേഷനെ കുറിച്ചാണ്, കോളിംഗ് ബെല്ലിനെ കുറിച്ചാണ്. വിശദീകരിച്ചതുകൊണ്ടൊന്നും ഞാൻ പങ്കുവയ്ക്കുന്നില്ല. ആറാമത് നമ്മൾ ചിന്തിച്ചത് നമ്മളിലുള്ള കുസൃതി സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കുക. ഓരോരുത്തരിലും ചില അപക്വമായ സ്വഭാവങ്ങൾ ജന്മനാ കാണും, അതെല്ലാം ഒഴിവാക്കണം എന്ന്. ഏഴാമത് ശ്രദ്ധിച്ചത് വീട്ടുകാരെയും പ്രായമുള്ളവരെയും എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. എട്ടാമത് നമ്മുടെ അഭിരുചിയേക്കാൾ കേൾവിക്കാരൻ്റെ നിലപാട് മനസ്സിലാക്കുക. ബൈബിളിലെ പല വിഷയങ്ങൾക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണെങ്കിലും ചെല്ലുന്ന വീട്ടിൽ ആവശ്യം തന്നെ പറയാനായി ബന്ധപ്പെടരുതെന്നും പ്രയോജനമില്ലാത്ത തർക്കവാദങ്ങളും നിത്യജീവന ആധാരമല്ലാത്ത വിഷയങ്ങളും ഒക്കെ ഒഴിവാക്കണം എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിപ്പാനിടയായി. ഒമ്പതാമത് നമ്മൾ ശ്രദ്ധിച്ചത് യേശുവിനെ മാത്രം ഉയർത്തുക എന്നുള്ളതാണ്. കർത്താവിനെ ഉയർത്തിയാലേ ബാക്കിയുള്ളതെല്ലാം താഴെ പൊക്കോളും. യേശുവിനെ ഉയർത്തിയെങ്കിൽ മാത്രമേ അവിടെ ആളുകൾക്ക് കർത്താവിലേക്ക് തിരിയുവാനായിട്ട് കഴിയുകയുള്ളൂ. പത്താമതായി നാം ശ്രദ്ധിച്ചത് നല്ല വാക്കുകൾ വേണം നാം ഉപയോഗിക്കുവാനായിട്ട്. ശാന്തമായ വാക്കുകൾ കേൾവിക്കാരൻ്റെ ശ്രദ്ധയെ സാവകാശം ആകർഷിക്കും എന്ന് നാം ശ്രദ്ധിച്ചു. ഒച്ച വെച്ചുകൊണ്ട് ആരുടെയും ആശയത്തിന് പ്രത്യേക ഫലം ഉണ്ടാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല വാക്കുകൾ വിനയത്തോടുകൂടി വേണം അത് സംസാരിക്കാനെന്ന് 11ാമത് നമ്മൾ ചിന്തിച്ചു. അല്ലെങ്കിൽ വളരെ സൗമ്യതയോടെ നമ്മുടെ സമീപനം നല്ലതാണെങ്കിൽ ഏത് ക്രൂരനും അല്പനിമിഷം നമ്മുടെ വാക്കുകൾ ശ്രദ്ധിപ്പാൻ തയ്യാറാകും. അപ്പോൾ നമ്മുടെ സമീപനത്തിൽ നിന്നും അവർക്ക് കിട്ടേണ്ടത് നമ്മെ അയച്ച യേശുവിൻ്റെ സാന്നിധ്യമാണ്. അത് കേൾവിക്കാരന് സമാധാനവും സന്തോഷവും ഉണ്ടാക്കും എന്ന് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. 12ാമത് നമ്മൾ ശ്രദ്ധിച്ചത് മാനസികമായി അവരെയും അംഗീകരിക്കുക എന്നുള്ളതാണ്.
ആ, അപ്പം ഞാൻ പറയുന്നത് മാത്രം കേൾക്കണം എന്ന ചിന്ത ഒരിക്കലും നന്നല്ല. അവരിൽ നിന്ന് നാം കേൾക്കാനും മനസ്സിലാക്കുവാനും ശ്രമിച്ചാൽ അവരുടെ ജീവിതത്തിൽ അവർ വിശ്വസിച്ചിരിക്കുന്ന തെറ്റായ ഉപദേശങ്ങളെ നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ തിരുവെഴുത്തിൽ നിന്ന് സത്യങ്ങൾ തെളിയിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. നാം ശ്രദ്ധിപ്പാനിടയായി. 13-ാമതായി നാം ശ്രദ്ധിച്ചത് അരോചകമായ ശബ്ദം ആ, ഒഴിവാക്കണം. അപ്പം നമ്മളോട് നാം സംസാരിക്കുന്ന വ്യക്തികളുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ കുറേ വിമർശനങ്ങളും തർക്കവാദങ്ങളും ഒക്കെ ആകാൻ ഒരിക്കലും പാടില്ല എന്നുള്ള കാര്യവും നാം ശ്രദ്ധിപ്പാനിടയായി തീർന്നു. 14-ാമതായി നാം ശ്രദ്ധിച്ചത് ഒരിക്കലും വീട്ടുകാരെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. അവരുടെ ഫ്രീ ടൈം അല്ലാത്ത സമയത്ത് നാം ചെന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല എന്നുള്ള കാര്യം നാം ശ്രദ്ധിച്ചു. 15-ാമത് ശ്രദ്ധിച്ചത് വചനം തെളിയിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ കാര്യത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിപ്പാൻ ഇടയായി തീർന്നു. അടുത്ത നിന്ന് നമ്മൾ ചിന്തിക്കുന്ന 16 മുതലുള്ള കാര്യങ്ങളാണ്. ഒരു വസ്തുവിലോ വ്യക്തിയിലോ മാത്രം തുറിച്ചു നോക്കരുത്. ചില ആളുകൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആളുകളെ വല്ലാതെ നോക്കും. അപ്പം ആ നോട്ടത്തിൽ അവർക്ക് നമ്മെ തെറ്റിദ്ധരിപ്പാനായിട്ട് ഒരിക്കലും ഇടയാകാനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. മാത്രമല്ല, നമ്മുടെ അരികിൽ നിന്ന് കേൾക്കുന്നതിനുള്ള താല്പര്യം നഷ്ടപ്പെടുകയും ചെയ്യും. കണ്ണിനിമ്പം തരുന്നതും വിലപിടിപ്പുള്ളതുമായ വസ്തുക്കളോ ഉപകരണങ്ങളോ കണ്ടേക്കാം. ഒരിക്കലും നാം ജിജ്ഞാസയോടെ അതിനെ ശ്രദ്ധിക്കണം. ചിലർക്ക് തങ്ങൾക്കുള്ളത് പ്രദർശിപ്പിക്കാനായിട്ടുള്ള വ്യഗ്രത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നാം അതിലേക്ക് ഒന്നും ഭൗതികമായ കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ അല്ല നമുക്ക് ആവശ്യം. ചിലയിടത്ത് നമ്മൾ ചിലപ്പോൾ ടി വി ഓൺ ചെയ്തിരിക്കുന്ന സമയമായിരിക്കും, അവരാവേശത്തോട് കാണുകയായിരിക്കും. പക്ഷെ വചനം കേൾക്കാൻ അവർക്ക് താല്പര്യമാണെങ്കിൽ ദയവായിട്ട് ടി വി ഒന്ന് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അല്പനേരം ദൈവവചനം കേൾക്കാം, അല്ലെങ്കിൽ പങ്കുവയ്ക്കാം. ദയവായിട്ട് നിർത്തിയാൽ അല്പനേരം ദൈവത്തിൻ്റെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ ആ നിയോഗം ദൈവം എങ്ങനെയാണോ നിങ്ങളോട് സംസാരിപ്പാൻ ഹൃദയത്തിൽ നിർബന്ധിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത്, നിയോഗിക്കുന്നത്, ഉൾപ്രേരണ കിട്ടുന്നത്, അങ്ങനെ ആ നിലയിൽ വേണം നമ്മൾ അവരോട് ഇടപെടുവാൻ. ഒരിക്കലും വീട്ടിനുള്ളിൽ ഇരുന്ന് സുശീകരണത്തിനായി നമ്മൾ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാനായി ദൈവം നമ്മെ അയക്കുമ്പോൾ, ആ വീട്ടിൽ അവരോടൊപ്പം ലോകപരമായ കാര്യങ്ങൾ കാണാൻ ടി വിയുടെ മുന്നിലിരുന്ന് നാം നമ്മുടെ വിലപ്പെട്ട സമയം ഒരിക്കലും കളയരുത്. അത് നമ്മുടെ ദൗത്യത്തിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുകയും നാം ചെന്നതിൻ്റെ ആ ലക്ഷ്യബോധം നമ്മളിൽ നിന്ന് പെതുക്കെ നഷ്ടമാകുകയും നമ്മളെക്കുറിച്ചുള്ള മതിപ്പ്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്ദേശം പങ്കുവയ്പ്പാനായി അയച്ച ദൈവത്തിൻ്റെ നാമം അത് നിമിത്തം ദുഷിക്കപ്പെടുവാനും ഇടയായിത്തീരും എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. 17-ാമത്തെ കാര്യം, ആദ്യ സന്ദർശനത്തിൽ തന്നെ ഏറെ സൂക്ഷ്മത വേണം. ആദ്യ സന്ദർശനത്തിൽ തന്നെ ഏറെ സൂക്ഷ്മത വേണം. അതിൽ നിന്ന് തുറക്കപ്പെട്ട വാതിൽ അടയ്ക്കാനും അത് തുടർന്ന് തുറന്നിടാനും സാധ്യതയുണ്ട്. കാരണം അപരിചിതരെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് കൂടുതൽ പേർക്കും ഉള്ളത്. വാതിൽ മുട്ടുമ്പോൾ ആ വാതിലിനോട് ചേർന്ന് നിൽക്കരുത് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിപ്പാനിടയായിരുന്നു. അതവരെ ഭയപ്പെടുത്തുവാനോ നമ്മെ തെറ്റിദ്ധരിക്കാനോ ഒക്കെ സാധ്യതയാകും. അപരിചിതരുടെ അപ്രതീക്ഷിത സമീപനം ദോഷം വരുത്തി എന്ന് വീട്ടുകാർ പറയാൻ ഒരിക്കലും ഇടവരരുത്. കർത്താവ് തുറന്ന വാതിൽ നമ്മുടെ അശ്രദ്ധയിലും അബദ്ധത്തിലും അടയാതിരിപ്പാൻ സൂക്ഷ്മതയുള്ളവരായിരിക്കും. ഒരു എപ്പിസോഡ് ഞാൻ ഓർക്കുന്നു. ഏകദേശം 77 വയസ്സ് കൂടുതൽ പ്രായമുള്ള ഒരു അമ്മച്ചി, അവർ റിട്ടയർഡ് അധ്യാപികയാണ്, ഹെഡ് മിസ്സസ് ആയിട്ട് റിട്ടയർഡ് ആയാണ്. പക്ഷെ അമ്മച്ചിക്ക് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ആ ഭവനത്തിൽ ദൈവനെ അയച്ച് ഞാൻ പോകുമ്പോൾ, ഞാൻ ആ വീട്ടിൻ്റെ വാതിലിൽ കോളിംഗ് ബെൽ അടിച്ച് നിൽക്കുമ്പോൾ അമ്മച്ചി എന്നെ കണ്ടിട്ട് മുറിക്കുള്ളിൽ നിന്ന് ഭയങ്കരമായി തെറി വിളിക്കാൻ തുടങ്ങി. ദൈവനെ അയച്ചു പോയതാ, പക്ഷേ അമ്മച്ചി തെറിവിളിയാണ്. അമ്മച്ചി ഒരു 8 മിനിറ്റോളം അസഭ്യങ്ങളെല്ലാം പറയുക. ഇപ്പം എൻ്റെ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഞാനുള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ആ അമ്മച്ചി
ജനൽ തുറന്നിട്ട് എന്നോട് ചോദിച്ചു, ഇത്രയും കേട്ടിട്ടും പോയില്ലല്ലയോ? ഞാൻ പറഞ്ഞ അമ്മച്ചി, ഞാൻ പോകാൻ വന്നതല്ല, ദൈവം അയച്ചു വന്നേ. അങ്ങനെ ആ വീട്ടിൽ ഇരുന്ന് അമ്മച്ചിയുമായിട്ട് ഇങ്ങനെ അമ്മച്ചീനെ കഥവ് തുറന്ന് അവിടെ കയറിയപ്പോൾ മുറി മുഴുവൻ ചെലന്തി വലയാണ്, അഴുക്കാണ്, തൂത്തിട്ട് മാസങ്ങളായി. ഞാനവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മച്ചി കിച്ചണിൽ നിന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് ഒരുത്തിന് ഒരു തേങ്ങ പോലും പൊതിച്ചേരാനില്ലല്ലോ എന്ന്. ഞാൻ അടുക്കളയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചെന്ന് ഞാൻ തേങ്ങ പതിച്ചു കൊടുത്തു. തേങ്ങ പതിച്ചു കൊടുത്തപ്പോൾ അമ്മച്ചി പറഞ്ഞു, എന്നാൽ ഞാൻ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കി തരാം. അപ്പം അമ്മച്ചി ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുമ്പോൾ എന്നെ സമീപത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഒരു കൊരണ്ടി തന്നെ എന്നെ ഇരുത്തിയിരിക്കുക. അപ്പം ഞാനുള്ളിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എണ്ണ തിളയ്ക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്, ദൈവമേ എൻ്റെ വായി തീരുമെന്ന്. പക്ഷേ അമ്മച്ചി ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കി തന്ന് ഞാൻ അമ്മച്ചിയോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. എനിവേ, പല സന്ദർഭങ്ങളിൽ ദൈവം എന്നെ ആ ഭവനത്തിലേക്ക് അയച്ചു. ആ ചീത്തവിളി കുറഞ്ഞു 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 വന്നു. പിൽക്കാലത്ത് അമ്മച്ചി സ്നാനപ്പെട്ട് ദൈവറിവിൽ വരാനിടയായി. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ആദ്യ സന്ദർശനത്തിൽ തന്നെ ഏറെ ഓരോ വിഷയത്തിനും നമുക്ക് അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ തീരാതെ പോകും. അതുകൊണ്ടാണ് ഞാൻ ചുരുക്കമായി പറഞ്ഞു വിടുന്നത്. 18ാമത്തെ കാര്യം, നാം അവരെ പഠിക്കുന്നത് പോലെ അവർ നമ്മയും പഠിക്കുകയായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. നാം അവരെ പഠിക്കുന്നത് പോലെ തന്നെ അവർ നമ്മയും പഠിക്കുകയാണ്. ഒരു വീട്ടിൽ ചെന്നാൽ മൗനമായിരുന്ന് വീട്ടുകാരെ മുഷിപ്പിക്കാതെ. ചില ആളുകൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും മിണ്ടത്തിൽ അവിടെ തന്നെ കുത്തിയിരിക്കും. എൻ്റെ മനസ്സിൽ എന്നെ സന്ദർശിക്കാൻ കൂടെ കൂടെ ഒരാൾ വരുമായിരുന്നു. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ 10-15 മിനിറ്റ് ചുമ്മാണ്ടിരിക്കും, ഒന്നും മിണ്ടത്തില്ല. എന്തോ സംസാരിച്ചാലും മിണ്ടത്തില്ല. നമ്മൾ അങ്ങോട്ട് സംസാരിച്ചാലും സുഖമായിരിക്കുന്നു, തലയാട്ടും, എന്തോ വിശേഷമുണ്ട്. അപ്പോൾ ബോഡി ലാംഗ്വേജ് ആണ് അദ്ദേഹം കൂടുതലും ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ഓർത്തിരിക്കണം, നമ്മൾ വീട്ടിൽ ചെന്ന് മൗനമായിരുന്ന് വീട്ടിലുള്ളവരെ വിമർശിപ്പിക്കാതെ ശാന്തമായി നാം ആരാണെന്നും എന്തിനു വന്നു എന്നും വ്യക്തമാക്കണം. ഉദാഹരണം, നാം സുവിശേഷ പ്രവർത്തകരാണ്, അല്ലെ ഗോസ്പൽ ഷെയർ ചെയ്യാനായിട്ട് വന്നത്, അല്ലെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുമൊക്കെ പങ്കുവയ്ക്കാനാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാനും നിങ്ങളെ കർത്താവിൽ പരിചയപ്പെടുവാനുമാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് വ്യക്തമാക്കണം. നാം എവിടെ നിന്നാണ് വന്നതെന്ന് പറയാം. ശേഷം ആ വീട്ടിലുള്ളവരുടെ പേരും മറ്റും മനസ്സിലാക്കുക. ആദ്യ ദിവസം പരിചയപ്പെടലോ പ്രാർത്ഥനാവശ്യങ്ങൾ വല്ലതുമുണ്ടോ എന്ന് തിരക്കുന്നതും നല്ലതാണ്. സുവിശേഷം പറയാൻ നിങ്ങൾക്ക് നിയോഗമില്ലെങ്കിൽ പറയരുത്. എന്നാൽ നിയോഗം ലഭിക്കാനായിട്ട് പ്രാർത്ഥനയുടെ ആത്മാവിൽ നമ്മൾ ആയിരിക്കണം എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? നമ്മളൊരു ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ഇന്ന് തന്നെ കർത്താവിലേക്ക് വരണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ നമ്മൾ പോകുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രവൃത്തികളാണ് നമ്മൾ ബുക്ക് ഓഫ് ആക്സിൽ മുഴുവൻ നടന്നിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിയോട് ഉപയോഗിച്ചാൽ അതങ്ങനെ സംഭവിക്കും. പാസ്റ്റർ സാം സുന്ദരം എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ചെന്നൈയിലുണ്ടായിരുന്നു, പുരുഷവക്കത്ത്. അദ്ദേഹം TPMൽ സുവിശേഷകനായിരുന്നു. ഏതാണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആ ഉപദേശം വിട്ട് പുറത്തിറങ്ങി വിവാഹമൊക്കെ കഴിച്ച് താൻ തൻ്റെ ജീവിത പങ്കാളിയോട് ചേർന്ന് കർത്താവിൻ്റെ വേല ചെയ്തു. ഒരുപാട് പട്ടിണി ദാരിദ്ര്യങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. ഒരു മുണ്ട് രണ്ടായി മുറിച്ച് രണ്ടുപേരും ഉടുത്ത് സുവിശേഷ വേല ചെയ്തതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം 30 വർഷത്തോളം ഒരു മുറിയിൽ പ്രാർത്ഥനയിൽ ജീവിതം കഴിച്ച മനുഷ്യനായിരുന്നു. 30 വർഷം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത 6-7 മണിക്കൂറോളം പുള്ളി മുഴങ്കാലിലിരുന്ന് ഒരു ദിവസം പ്രാർത്ഥിക്കും. ദൈവം അയക്കുന്ന വീടുകളിൽ കയറും. അദ്ദേഹം ഒരു വീട്ടിൽ പാദം വെച്ചാൽ ആ ഭവനം വിടുവിക്കപ്പെട്ടിരിക്കും. സ്തോത്രം. പണ്ട് ഒരു ഓർത്തഡോക്സിലെ പ്രിയപ്പെട്ടവനിങ്ങനെ പറയാനിടയായി തീർന്നു, ഷാജി പാസ്റ്റർ വിസിറ്റ് ചെയ്ത് പിന്നെ ആ വീട് നോക്കണ്ട, അവർ സ്നാനപ്പെട്ട് ദൈവകൃപ വന്നിരിക്കാൻ യാതൊരു സംശയമില്ലെന്ന്. ദൈവകൃപയാസമാനങ്ങൾ, വേറെ ഒന്നും അല്ല. അപ്പോൾ നമ്മൾ ആ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ പരിശുദ്ധാത്മാവ്
ശക്തമായി ഉപയോഗിച്ചാൽ ആ സാന്നിധ്യം അവരനുഭവിക്കും. സുന്ദരൻ പാസ്റ്റർ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ അദ്ദേഹം 2-3 മിനിറ്റേ അവിടെ ആ കാലങ്ങളിൽ നിൽക്കാറുള്ളൂ. ആ വീട്ടിൽ കയറിയാൽ ആண்டവരേ ഉമക്ക് നன்றி, இந்த കുടുംബத்துக்கு വിടുതலை കൊടുക്കും, 2-3 വാക്കുകൾ പ്രാർത്ഥിക്കത്തുള്ളൂ. പക്ഷേ പിറ്റേ ഞായറാഴ്ച ആകുമ്പത്തിന് ആ വീട് മുഴുവൻ വിടിവിക്കപ്പെട്ടു. അദ്ദേഹം ഭവനത്തിൽ പാദം വെച്ച രോഗബന്ധനങ്ങൾ അഴിഞ്ഞു, അശുദ്ധാത്മാവുണ്ട് വിട്ടുപോകും. അത്രമാത്രം ആത്മശക്തിയോടെ ആയിരുന്നു അദ്ദേഹം പോകാനിടയായി തീർന്നത്. സ്തോത്രം. അദ്ദേഹം മരിക്കുന്നതിന് 3000-ഓളം ആളുകളെ സ്നാനപ്പെടുത്തിയെന്നാണ് ഞാൻ കേട്ടത്. പിന്നീട് തൻ്റെ സഭ വളർന്ന് 35,000-ത്തിലധികം വിശ്വാസികളുള്ള സഭയായി മാറി. ഏഷ്യയിലെ ഏറ്റവും വലിയ ചർച്ചയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നാം അവരെ പഠിക്കുന്നത് പോലെ അവർ നമ്മയും പഠിക്കുവാനാണ് അവരും ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന കാര്യം സൂചിപ്പിക്കുക, സമാധാനത്തോടെയും സന്തോഷത്തോടെയും ദൈവം ഏൽപ്പിച്ച ദൗത്യം നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് നിയോഗം ലഭിച്ചതുപോലെ പങ്കുവെച്ച് മടങ്ങിപ്പോരേണം. മാത്രമല്ല, നാം സന്ദർശിക്കുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്കൊരു ഭവനത്തിൽ സന്ദർശനത്തിനായി പോകരുത്. പുരുഷന്മാരാണെങ്കിൽ 2 പേര് പോകണം. കുടുംബസ്ഥരാണെങ്കിൽ കഴിയുമെങ്കിൽ കുടുംബമായിട്ട് തന്നെ സന്ദർശനത്തിൽ പോകുന്നതാണ് എപ്പോഴും കർത്താവിൻ്റെ വേലയ്ക്ക് സഹായം. കാരണം കർത്താവ് അയച്ചത് ഇരണ്ടായിട്ടാണ്. ദൈവവചനം പറയുന്ന ഒരുവനേക്കാൾ 2 നല്ലത്. അതിനർത്ഥം നിങ്ങൾക്ക് ദൈവവചനം പങ്കുവെക്കാനോ ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കാനോ ദൈവം നിയോഗം നൽകി വേറെ കൂടെ വരാൻ ആരുമില്ല. അപ്പോൾ ഷാജി മാത്യു ഇടമൺ ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു ഒറ്റയ്ക്ക് പോകരുത്. പക്ഷേ അങ്ങനെയല്ല, കഴിവതും എന്നുള്ളൊരു വാക്ക് ഞാൻ സൂചിപ്പിച്ചതും ഓർത്തിരിക്കുക. ചില സമയത്ത് ഏലിയാവിനെ പോലെ ദൈവം നിങ്ങളെ അയച്ചെന്ന് വരും രാജകൊട്ടാരത്തിൽ ഒറ്റയ്ക്ക് ആലോചന പറയാൻ. ശമൂവേലിനെ പോലെ ഇശായുടെ കുടുംബത്തിലേക്ക് അയച്ചെന്ന് വരും. ഓക്കെ, അതെല്ലാം പ്രത്യേക നിയോഗത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. 19ാമത്തെ കാര്യം, ഭൗതിക വിഷയങ്ങളിൽ ഒത്തിരി കടക്കാതെ വന്ന കാര്യത്തെക്കുറിച്ചുള്ള ബോധത്തിൽ ആയിരിക്കുക. നമ്മളൊരു വീട്ടിൽ ചെന്നാൽ ഭൗതിക വിഷയങ്ങളിൽ സംഭാഷണങ്ങൾ പോകാതെ വന്ന കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നമ്മളായിരിക്കണം. ഒരു വീട്ടിലെയും ഭൗതികമായ കാര്യങ്ങൾ നാം അധികം തിരക്കുന്നത് നന്നല്ല. ഉദാഹരണം, എത്ര ഏക്കർ സ്ഥലമുണ്ട്, എത്ര രൂപ ശമ്പളമുണ്ട്, വീട്ടിൽ കാണുന്ന സാധനങ്ങളുടെയൊക്കെ വില തിരക്കുക, ഇവയൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല. ആരും വിശ്വാസത്തിൽ വരുന്നത് ഭൗതികമായ ഒരു വാഗ്ദാനങ്ങളും ആരും വിശ്വാസത്തിൽ വരുന്നതിന് വേണ്ടി ഒരു ഭൗതികമായ വാഗ്ദാനങ്ങൾ നൽകരുത്. ഭൗതിക നന്മ പ്രതീക്ഷിച്ചു വരുന്നവർ സഭയിൽ എക്കാലവും പ്രശ്നക്കാരായിരിക്കും. തൽക്കാലം ആള് സഭയിൽ കൂടും, എന്നാൽ ദൈവരാജ്യത്തിന് ഒരു പ്രയോജനവും ഉണ്ടാകില്ല. മാത്രമല്ല, ഭാവിയിൽ മറ്റുള്ളവരുടെ വിശ്വാസത്തെയും കൂടെ മറിച്ചു കളയാൻ സാത്താൻ ഇവരെ കരങ്ങളിൽ എടുത്തു എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പങ്കുവെക്കേണ്ടത് നിത്യജീവനെക്കുറിച്ചും ക്രിസ്തുയേശുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചും ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ചും, അതാണ് ക്രൈസ്റ്റ് സെൻറ്റേഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മൾ ചെന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. നമ്മൾ അവരോട് പങ്കുവയ്ക്കുന്നത് ആളുകളെ ക്രിസ്തുവിലേക്ക് നയിക്കാനാണ്. അപ്പോൾ സകലതും ക്രിസ്തുവിനാലാണ്. എവറിത്തിങ് ഇൻ ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തോടുകൂടെ നമ്മൾ പോകുമ്പോൾ എവറിത്തിങ് ഇൻ ക്രൈസ്റ്റ്, എവറിത്തിങ് ത്രൂ ക്രൈസ്റ്റ്, എവറിത്തിങ് ഫോർ ക്രൈസ്റ്റ്. ഇതായിരിക്കണം നമ്മുടെ ഉൾക്കാഴ്ച, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ദാഹം അത് തന്നെ ആയിരിക്കണം. 20ാമത്തെ കാര്യം, നമ്മൾ ചെല്ലുന്ന ഭവനങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ ഉള്ള വീടുകൾ കാണും. കുട്ടികളെ ശരീരത്തോട് അധികം അടുപ്പിക്കരുത്. കുട്ടികളെ നമ്മുടെ ശരീരത്തോട് അധികം അടുപ്പിക്കരുത്. അതിനർത്ഥം കുഞ്ഞുങ്ങളെ ഒഴിവാക്കണമെന്നാണോ? അല്ല. നാം ചെല്ലുന്ന വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരോടുള്ള സമീപനം വളരെ സൂക്ഷ്മത്തിലായിരിക്കും. സ്വാതന്ത്ര്യമുള്ള വീടാണെങ്കിൽ 5 മിനിറ്റ് കുഞ്ഞുങ്ങളെ വാക്യമോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കുള്ള ഒരു സോങ്ങിൻ്റെ 1-2 കോറസോ ഒക്കെ നിങ്ങൾക്കത് പങ്കുവയ്ക്കാനായിട്ട് അവസരമുണ്ട്. കുട്ടികളോട് അധികം അടുത്താൽ നമ്മുടെ വില അവരുടെ മുന്നിൽ നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ചില കുഞ്ഞുങ്ങളുടെ ക്യാരക്ടർ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയിലായിരിക്കണം. ഒരു പരിധിയിൽ കവിഞ്ഞ് കുഞ്ഞുങ്ങളെ നമ്മുടെ ശരീരത്തോട് അടുപ്പിക്കരുത്. സ്നേഹം കൂടുമ്പോൾ കുട്ടികളുടെ പ്രായം മനസ്സിലാക്കി വേണം ആലിംഗനം ചെയ്യാൻ. സാത്താന് ഇടമുണ്ടാക്കുന്ന സമീപനങ്ങൾ ഒഴിവാക്കണം. സ്വന്തം മക്കളെ അല്ലാതെ മറ്റു കുട്ടികളെ കൂടെ ഉറങ്ങാൻ ഒരിക്കലും അനുവദിക്കരുത്.
മനസ്സിലായോ? അപ്പോൾ എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും, ആ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ള ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കുഞ്ഞുങ്ങളുടെ സ്കൂള് എന്ന് പറയുന്നത് നമ്മുടെ വീടാണ് ആദ്യം. കുഞ്ഞുങ്ങളുടെ അധ്യാപകരെന്ന് പറയുന്നത് ആദ്യം മാതാപിതാക്കളാണ്. ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ എന്നുള്ള ക്ലാസ് നിങ്ങൾക്ക് ഡോക്ടർ ആനി ജോർജ് എടുക്കുമ്പോൾ, ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൽ ഡോക്ടറേറ്റ് എടുത്ത പ്രൊഫസറാണ്. അപ്പോൾ അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ ആ ടോപ്പിക്കിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് കുട്ടികളെ ശരീരത്തോട് അധികം അടുപ്പിക്കരുത്. അപ്പോൾ എന്നാൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ ബ്ലസ് ചെയ്യണം. നിങ്ങളുടെ ആ മാന്യത നഷ്ടപ്പെട്ടു പോകാതെ വളരെ പക്വതയോടുകൂടി വേണം അങ്ങനെയുള്ള സമയങ്ങളിൽ സമീപനം ഉണ്ടാകാൻ. 21ാമത്തെ കാര്യം പ്രാർത്ഥനയിലെ അബദ്ധങ്ങൾ ഒഴിവാക്കുക. പ്രാർത്ഥനയിലെ അബദ്ധങ്ങൾ ഒഴിവാക്കുക. തിടുക്കത്തിലും വെപ്രാളത്തിലും നമ്മൾ പ്രാർത്ഥിക്കരുത്. ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ സന്ദർശനം കഴിഞ്ഞ് നമ്മൾ പോരാൻ നേരം നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ ആ പ്രാർത്ഥനയിൽ വാക്കുകൾ വ്യക്തമായിരിക്കണം, സ്ഫുടമായിരിക്കണം. നമ്മൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും പ്രാർത്ഥന അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രാർത്ഥന കേട്ട് ആമീൻ പറയത്തക്കവണ്ണം വാക്കുകൾ വ്യക്തവും സ്ഫുടവുമായിരിക്കണം. മറ്റുള്ളവരുടെ മേൽ തുപ്പൽ തെറിക്കും വിധം പ്രാർത്ഥിക്കരുത്. ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോഴത്തേന് വളരെ പരിജ്ഞാനമില്ലാതെ പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ട്. അങ്ങനെയല്ല. കണ്ണിൽ കണ്ടതിനെയൊക്കെ ശാസിക്കുകയും ഫൽസിക്കുകയും ഒന്നും ചെയ്യരുത്. നമ്മളൊരു വീട്ടിൽ ചെന്നേച്ച് പൗരത്വത്തെ ശാസിക്കുന്നു, പാരമ്പര്യത്തെ ശാസിക്കുന്നു, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ എല്ലാം നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ഒരു രക്ഷിക്കപ്പെടാത്ത ഒരു ഭവനത്തിലാണ്, ഫോർ എക്സാമ്പിൾ ഒരു സമുദായ ഭവനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പൗരോഹിത്യ ബന്ധനങ്ങളെ ശാസിക്കുന്നു, ഇങ്ങനെയുള്ള പദങ്ങൾ ഒഴിവാക്കണം. കാരണം വ്യക്തമായ നിയോഗം ഇല്ലെങ്കിൽ നാം ഒന്നിനെയും ശാസിക്കരുത്. കേട്ട് ശീലിച്ച കാര്യങ്ങൾ മനഃപ്പാടമാക്കി ശാസിക്കുന്ന പ്രവണത ഒരിക്കലും നമുക്കുണ്ടാകരുത്. എന്താണ്? കേട്ട് ശീലിച്ച് അത് പരിചയിച്ചിട്ട് ആ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ഒരിക്കലും ശാസിക്കരുത്. ആവേശം എല്ലാ നിയോഗമല്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ശത്രുവിൻ്റെ പോരുകൾ, പോരാട്ടങ്ങൾ. ഈ വാക്കുകളൊക്കെ നമ്മളൊരു ഭവനത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഗുണത്തേക്കാൾ ദോഷം ചെയ്യും. ഓക്കെ, ഉപവാസ പ്രാർത്ഥനയിൽ ഉരുവിടുന്ന വാക്കുകൾ പുതിയ ഭവനങ്ങളിൽ നമ്മൾ ഉരുവിടരുത്. കാരണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവറിവിൽ നിൽക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കൂടി ആരാധിക്കുമ്പോൾ അവർക്കുള്ള ഒരു ആത്മീയ ഭാഷയുണ്ട്. ആ ഭാഷയൊന്നും രക്ഷിക്കപ്പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാകില്ല. അപ്പോൾ വചനമെന്ന തീ സകലത്തെയും ദഹിപ്പിക്കുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മിൽ പലരും ശാസിച്ചും ഫൽസിച്ചും പോകുന്നത് എന്തുകൊണ്ടാണ്? കണ്ടും കേട്ടും വന്നതുകൊണ്ടാണ് അതിന് പ്രേരിതരാകുന്നത്. എന്നാൽ നിയോഗം ലഭിച്ച വിഷയങ്ങൾ ശാസിക്കാൻ, അത് പിന്നീട് എന്തില്ല, ശാസിക്കേണ്ടി വരികയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നിയോഗം നൽകിയ വിഷയമാണെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി നടക്കുന്ന കാണാൻ നിങ്ങൾക്ക് ഇടയായിത്തീരും. അപ്പോൾ നാം പലപ്പോഴും ശാസിക്കുന്നത് നിയോഗത്തിലല്ല എന്നുള്ളത് മനസ്സിലാക്കണം. തലയിൽ കരം വെച്ച് പ്രാർത്ഥിക്കാൻ ഒരാൾ നമ്മളോട് ആവശ്യപ്പെട്ടാൽ, നമ്മൾ പലരും കാണുന്നുണ്ടല്ലോ, നെറ്റിയിൽ അങ്ങോട്ട് എല്ലാവരും എന്നെ ശ്രദ്ധിച്ച് ചില പ്രാർത്ഥിക്കാൻ മുന്നോട്ട് ചെന്ന ചില ഈ ന്യൂ ജനറേഷൻ ആളുകളും എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പിടിച്ച് പുറകോട്ട് കൊണ്ടുപോയി തള്ളിയിടുക. വാട്ട് ഈസ് മീനിങ്? എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? തള്ളിയിടണമെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഒരാളുടെ മേൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ അവരാവശ്യപ്പെട്ടാൽ നമ്മൾ തലയിൽ കണ്ടമാന അമർത്തരുത്. അമർത്തുന്നതുകൊണ്ട് പ്രത്യേക ഇതൊന്നും ഉണ്ടാകത്തില്ല. നിനക്കറിയാമല്ലോ, 50 ടൺ ഭാരം കൊണ്ട് വരുന്ന ടൈലറാണെങ്കിലും ആ വലിയ ട്രക്ക് വരികയാണ്, 10-26 വീലുള്ള ട്രക്ക് വരികയാണ്. പക്ഷേ ട്രാഫിക്കിൻ്റെ അവിടെ മെലിഞ്ഞ ഒരു മനുഷ്യൻ സ്റ്റോപ്പ് എന്ന ബോർഡും പിടിച്ച് നിന്നാൽ ചവിട്ടുമല്ലയോ? ചവിട്ടും അല്ലേ? അപ്പോൾ അധികാരത്തിൻ്റെ മുമ്പിൽ ശക്തി കീഴടങ്ങും. ഞാൻ ഒരിക്കൽ നിങ്ങളെ കാണിച്ചതാണ്.
ഒരു ഫാസ്റ്റിംഗ് പ്രയറിന് ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ അനോയിൻറ്റിങ് എന്നുള്ള ഒരു ചെറിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. നമ്മളവിടെ നിന്ന് ആ നിയോഗത്തിൽ പ്രാർത്ഥിച്ചാൽ മതി. ആളുകൾ അഭിഷേകം നിയോഗത്തിൽ പ്രാർത്ഥിച്ചാൽ മതി, അശുദ്ധാത്മാവ് വിട്ടുപോകും. പക്ഷെ നാം പ്രാർത്ഥിക്കുന്നത് ആത്മാവിൻ്റെ നിയോഗത്തിലാണോ എന്നുള്ളതാണ് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ പരിജ്ഞാനത്തോടെ ആയിരിക്കണം. പ്രവാചകന്റെ ആത്മാവ് പ്രവാചകന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ ഓർത്തിരിക്കുക, അബദ്ധങ്ങളൊന്നും പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകരുത്. ഇപ്പോൾ നിങ്ങളുടെ കൊച്ചു ബാഗിലോ അല്ലെ നിങ്ങളുടെ പോക്കറ്റിലോ ഒരു ഒരു ടവല് അല്ലെ ഒരു തുവാല കരുതി വെക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിയോഗത്തിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉമിനീരും തുപ്പലുമൊക്കെ പുറത്തു വരാൻ സാധ്യതയാണ്. നേരം നമ്മൾ ഒന്ന് തുടച്ച് വളരെ പരിജ്ഞാനത്തോടെ ആയിരിക്കണം. ഒരു കുട്ടി സുവിശേഷകൻ വരുന്നത് കണ്ടിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, മമ്മി മുഖത്ത് തുപ്പുന്ന പാസ്റ്റർ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് പൽസിച്ചപ്പോൾ കുഞ്ഞിൻ്റെ മുഖത്തോട്ടാണ് ആ പൽസനം പോയത്. പക്ഷേ പൽസിച്ചപ്പോൾ അപ്പച്ചൻ്റെ വായിലുള്ള ആ തുപ്പലെല്ലാം കൂടെ കുഞ്ഞിൻ്റെ മുഖത്ത് തെറുപ്പാനിടയായി. അപ്പോൾ കുഞ്ഞപ്പച്ചന് ഇട്ട പേരാണ് തുപ്പുന്ന പാസ്റ്റർ. അപ്പോൾ നമ്മളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പരിജ്ഞാനത്തോടെ വേണം ചെയ്യാനായിട്ട്. നമ്മുടെ പ്രാർത്ഥന പൂർണ്ണ ദൈവ നിയോഗത്തിലും പരിജ്ഞാനത്തിലും ആയിരിക്കണം. ഒരു യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാൾ നമ്മളെ ആവശ്യപ്പെട്ട് വിളിച്ചാൽ അവർക്ക് പോകാനുള്ള സമയം വരെ പ്രാർത്ഥന നീട്ടരുത്. മനസ്സിലായല്ലോ? ഒരിക്കലും ഒരു ദേവദാസൻ ഒരാളെ റെയിൽവേ സ്റ്റേഷനിൽ പ്രാർത്ഥിച്ചു വിടാൻ പോയി. ആത്മാവിൽ പ്രാർത്ഥിച്ച കർത്തദാസൻ പരിസരം മറന്ന് അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ട്രെയിൻ വന്നു, പോകാനുള്ളവർ ട്രെയിനിൽ കയറിപ്പോയി. കണ്ണു തുറന്നപ്പോഴാണ് ടാറ്റ പറയാൻ അവരെ കണ്ടില്ല, അവരങ്ങ് പോയി. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥന വിവേകത്തിൽ ആയിരിക്കണം എന്നുള്ളതാണ്. എന്താണ് നമ്മൾ ശ്രദ്ധിച്ച പ്രാർത്ഥനയിൽ അബദ്ധങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുക. 22ാമത്തെ കാര്യം, സ്ത്രീകൾ മാത്രം ഉള്ള ഇടത്ത് പുരുഷന്മാരായി പോകുന്ന സുവിശേഷകർ അധികം നേരം ചെലവിടരുത്. അതുപോലെ തന്നെ സഹോദരിമാരാണ് ടീമായിട്ട് പോകുന്നതെങ്കിൽ ചില വീട്ടിൽ പുരുഷന്മാർ മാത്രമേ കാണുകയുള്ളൂ. അവിടെ നമ്മൾ വീട്ടിൽ കയറിയിരുന്ന് സുവിശേഷം പങ്കുവയ്ക്കാനുള്ള പ്രവണത കാണിക്കരുത്. നിങ്ങളുടെ കയ്യിൽ ലഘുലഘിയാണ് കയ്യിലുള്ളതെങ്കിൽ ആ ഡോറിൽ നിന്ന് ഒരു 2-3 അടി അകലം മാറി നിന്ന് നമ്മളവരോട് ലഘുലേഖ കൊടുത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരാവശ്യപ്പെട്ടാൽ നിങ്ങൾ ആ സമയത്ത് പരിശുദ്ധാത്മ നിങ്ങളോട് പറയും നിങ്ങൾ എന്ത് ചെയ്യണം. അപ്പോൾ അത് പരിജ്ഞാനത്തോടുകൂടെ ചെയ്യുക. മാത്രമല്ല, സമവർഗക്കാരോട് സുവിശേഷം പറയുന്നതാണ് എപ്പോഴും നല്ലത്. ഓപ്പോസിറ്റ് സെക്സ് ആളുകളോട് ഗോസ്പൽ ഷെയർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് സമവർഗക്കാരോട് സുവിശേഷം പറയുന്നതാണ് എപ്പോഴും നല്ലത്. ഭവന സന്ദർശനം കഴിവതും ഒറ്റയ്ക്കാകരുത്. കുടുംബസ്ഥരാണെങ്കിൽ നിങ്ങളുടെ കൂട്ടാളിയുമായിട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ് ഏറെ നല്ലത്. അല്ലെങ്കിൽ സാക്ഷ്യമുള്ള ഒരാളുമായി ഒന്നിച്ചു പോകണം. നമ്മൾ നേരത്തെ കേട്ടതുപോലെ കർത്താവ് ഈരണ്ടായിട്ടാണ് അയച്ചത്. പൗലോസും അങ്ങനെയായിരുന്നു. പത്രോസും യോഹന്നാനും ഒന്നിച്ചു പോയി എന്ന് വായിക്കുന്നു. പൗലോസും ശീലാസും ബർന്നബാസും മർക്കോസും ഇങ്ങനെയൊക്കെ ഒരുമിച്ചുള്ളതാണ്. അപ്പം ഒരുവിനേക്കാൾ 20 നല്ലതെന്നുള്ള വാക്യം നമ്മൾ ഓർത്തിരിക്കണം. മാത്രമല്ല, അങ്ങനെ നമ്മൾ പോകുന്നത് കൊണ്ട് അപവാദങ്ങൾക്കും തിരുനാമം ദുഷിക്കുന്നതിൽ നിന്നുമൊക്കെ നമ്മെ കാക്കാനിടയായിത്തീരും. സന്ദർശനത്തിന് സഹോദരിമാർ കൂടെ ഇല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമുള്ള സ്ഥലത്ത് അധിക സമയം ചെലവിടുന്നത് നന്നല്ല. ആരോടും അവരുടെ കുടുംബ രഹസ്യങ്ങൾ നമ്മൾ ചോദിക്കരുത്. എന്താണ് നമ്മുടെ സന്ദർശനത്തിൽ അവരുടെ ഫാമിലി ആയിട്ടുള്ള പ്രൈവസിയിലൊന്നും ഒരു കാരണവശാലും നമ്മൾ ഇൻ്റർഫെയർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ സന്ദർശിക്കുമ്പോൾ ഒരു പെന്തക്കോസ്ത് സഭയിൽ പോകുന്ന വിശ്വാസിയുടെ ഭവനത്തിൽ ആ സ്ഥലം സഭയുടെ പാസ്റ്ററുടെ അനുവാദമില്ലാതെ സ്ഥിരം സന്ദർശിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും തെറ്റാണ്. ഞാൻ എൻ്റെ മനസ്സിൽ ചാർജ് എടുക്കാൻ ചെന്നപ്പോൾ എന്നെ അവിടെയുള്ള എനിക്ക് മുൻപുള്ള ദേവദാസൻ വീടുകൾ പരിചയപ്പെടുത്താനായി കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം സന്ദർശനത്തിന് പോകുമ്പോൾ മറ്റ് സഭയിലെ വിശ്വാസികളുടെ ഭവനങ്ങളിലാണ് കൊണ്ടുപോയത്. അപ്പം ഒരിടത്ത് പോയി, 2 ഇടത്തായി.
എനിക്ക് വലിയ മുഷിച്ചിൽ അവർക്ക് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പക്ഷെ മൂന്നാമത്തെ ഭവനത്തിൽ ചെന്നപ്പോൾ ഞാൻ അവരുടെ ഉപയോഗിച്ച് പറഞ്ഞു, ദൈവദാസനെ, ഇവിടെ ഈ ചാർജിൽ അയച്ചത് നമുക്ക് കൂട്ടായ്മയിൽ കൂടുന്നവരുണ്ടെങ്കിൽ പരിചയപ്പെടുത്തിയാൽ മതി. ഇത് മറ്റൊരു ചർച്ചിലെ ബിലീവേഴ്സാണ്. നാം അവരുടെ ഭവനത്തിൽ സന്ദർശിക്കണമെങ്കിൽ അവിടുത്തെ ദൈവദാസനോടുള്ള പെർമിഷനുമായിട്ട് പോകുന്നത് നല്ലത്. കാരണം അവർക്ക് ദൈവം ഒരിടയനെ ആക്കി വെച്ചിട്ടുണ്ട്. ആ ഇടയൻ അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. ദൈവം നിങ്ങളുടെ കീഴിൽ തന്ന ആട്ടിൻകൂട്ടമുണ്ടോ? അതാണ് എനിക്ക് അറിയേണ്ടത്. ഈ വാർത്ത അവരുടെ ചർച്ചിലെ പാസ്റ്ററിനോട് പറയാനിടയായി തീർന്നു. ശശുകോളിൽ വന്ന ഷാജി മാത്യുയുടെ മുൻ പാസ്റ്റർ ഇങ്ങനെ സന്ദർശനത്തിന് വന്നപ്പോൾ ഇങ്ങനെ അപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞു, അതാണ് റൈറ്റ് പാസ്റ്റർ. ആടുമോഷണം നടത്താനല്ല നമ്മൾ ചെന്ന്. ധാരാളം മീറ്റിങ്ങുകൾക്ക് പിന്നീട് ആ ചർച്ചിൽ എന്നെ വിളിച്ച് മീറ്റിങ്ങിന് പ്രസംഗിക്കുകയും പരിഭാഷയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്ത് നന്ദിപൂർവ്വം ദൈവസഭയിൽ ഓർക്കുന്നു. അപ്പോൾ സുവിശേഷത്തിൻ്റെ വാതിൽ അടയുമാറ് കർത്താവ് നമ്മെ വിട്ടു പോകുവാനും സാധ്യതയുള്ള സാഹചര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും. നിങ്ങൾ ഓർത്തിരിക്കണം, യോസഫിൻ്റെ ദർശനത്തെ തകർക്കാൻ ഒരുങ്ങിയ പൊത്തിപ്പേറിൻ്റെ ഭാര്യയുടെ കാര്യം. അപ്പോൾ നമ്മുടെ ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള പല സാഹചര്യങ്ങളും കർത്താവിൻ്റെ വേലിക്ക് പോകുന്ന സഹോദരി സഹോദരന്മാരായി നിങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ വളരെ വിവേകത്തോടും വളരെ വിവേചനത്തോടും വളരെ ദൈവഭയത്തോടും തികഞ്ഞ ദൈവാശ്രയത്തോടും തികഞ്ഞ പരിജ്ഞാനത്തോടും കൂടെ ആയിരിക്കണം നമ്മുടെ ഓരോ സന്ദർശനവും. നമ്മൾ നഷ്ടപ്പെട്ടിട്ട് ആരെയും രക്ഷിക്കണമെന്ന് ദൈവത്തിന് താല്പര്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. കർത്താവിൻ്റെ കണ്ണ് തന്നിൽ ആശ്രയിക്കുന്നവരെ നോക്കുന്നത് പോലെ തന്നെയാണ് കർത്താവിന് വേണ്ടി ഇറങ്ങുന്ന ആളുകളെയും ലോകത്തിൻ്റെ മുഴുവൻ കണ്ണും വീക്ഷിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക എന്ന് തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നത്. 23ാമത്തെ പ്രത്യേകത സംസാര ഭാഷ മനസ്സിലാക്കി സംസാരിക്കുക എന്നുള്ളതാണ്. സംസാര ഭാഷ മനസ്സിലാക്കി സംസാരിക്കുക. ഓരോ ദേശത്തിൻ്റെയും സംസാര ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. അത് നാം മനസ്സിലാക്കി വേണം ദേശത്ത് പ്രവർത്തനത്തിന് പോകുവാൻ. ചില സ്ഥലങ്ങളിൽ നാം വീട്ടിൽ പറയുന്ന പദങ്ങൾ മറ്റ് ദേശത്ത് പറയുമ്പോൾ അസഭ്യമായിരിക്കും. ഉദാഹരണം, തിരുവനന്തപുരത്തുള്ള ഭാഷ അല്ല കാസർഗോഡ് കണ്ണൂരുള്ള ഭാഷ, തൃശ്ശൂരുള്ള ഭാഷയല്ല കോട്ടയം കൊല്ലം ചില സ്ഥലങ്ങളിലുള്ള ഭാഷ. അപ്പോൾ ഭാഷയിൽ വ്യത്യാസമുണ്ട്. ഒരിക്കൽ ഞാനൊരു കൺവെൻഷന് ഒരു സ്ഥലത്ത് കണ്ണൂർ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ പറന്നു പോകുന്ന ഒരു പക്കിയെ നമ്മൾ പിടിച്ചാൽ എന്ന് പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ ഭയങ്കരമായ കൂട്ടച്ചിരി ഉണ്ടായി അവിടെ. എനിക്ക് പിടികിട്ടിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, ഈ സെയിം പദം ഉപയോഗിച്ചപ്പോൾ എന്നെ പുറകിലിരുന്ന കണ്ണൂർ ദൈവദാസൻ എൻ്റെ കുപ്പായത്തെ, എൻ്റെ ജുബായെ കയറി പിടിച്ചു. സാറേ, അങ്ങനെ പറയല്ലേ ഇവിടെ. അപ്പം ഞാൻ അബദ്ധത്തിന് വേണ്ടി ചോദിച്ചു, അങ്ങനെ പറഞ്ഞാൽ ഇവിടെ എന്നാന്ന് ചോദിച്ചു. അപ്പോൾ ആ ജനം ഭയങ്കര ഇളകിച്ചിരിക്കുക. അപ്പം മീറ്റിംഗ് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, സാറേ അത് ഇവിടുത്തെ തെറിയ. അപ്പോൾ നമ്മൾ സംസാര ഭാഷ പലപ്പോഴും മനസ്സിലാക്കുക. ഇത് വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. നമ്മൾ സംസാര ഭാഷ മനസ്സിലാക്കേണ്ടത്. ഭാഷ പഠിക്കാൻ എപ്പോഴും നമുക്ക് ഉപകാരപ്രദമായി തീരുന്നത് കുട്ടികളുടെ ഇടയിലുള്ള പ്രവർത്തനത്തിലാണ്. കാരണം കൂടുതൽ സംസാരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. പെട്ടെന്ന് ഭാഷ മനസ്സിലാക്കാനായിട്ട് കുഞ്ഞുങ്ങളുമായി സമയം ചെലവഴിക്കുമ്പോൾ കൂടുതൽ രീതിയിൽ നമുക്ക് ഭാഷ മനസ്സിലാക്കാനായിട്ടും ഒരു പരിധിയിൽ നമ്മെ ആരംഭങ്ങളിൽ സഹായിക്കും. 24ാമത്തെ പ്രത്യേകത പരസ്യ നടപ്പിൽ വരുന്ന വില കുറഞ്ഞ ചെയ്തികളുണ്ട്. ഇപ്പം ടീമായി നമ്മൾ പല സ്ഥലങ്ങളിൽ ഓരോ രാജ്യത്തും ഓരോ രീതിയാണ്, പട്ടണങ്ങളിൽ ഓരോ രീതിയാണ്, ഗ്രാമങ്ങളിൽ ഓരോ രീതിയാണ്. അതാത് സ്ഥലങ്ങളിലുള്ള ആളുകളുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തങ്ങളായിരിക്കും. തെരുവിൽ കൂടി സുവിശേഷകർ കപ്പലണ്ടിയും കുറിച്ച് നടക്കുന്ന ചില രീതികളുണ്ട്. ഒരിക്കലും അത് പാടില്ല. അതുപോലെ നമ്മൾ റോഡേ നടന്നു പോകുമ്പോൾ, സന്ദർശനത്തിന് പോകുമ്പോൾ ഒച്ച വെച്ച് പോകരുത്.
എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് തർക്കിച്ചും വാദിച്ചും പോകുന്ന കാര്യങ്ങളാണെങ്കിൽ ആ ആവേശത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്ന ആളുകൾ കാണും. അപ്പോൾ അവർ നമ്മളെ വിമർശിപ്പാനിടയായിത്തീരും. പണ്ട് കാലങ്ങളിൽ റോഡരികിൽ TV കണ്ട് നിൽക്കുന്ന ശീലങ്ങൾ പലർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. മാത്രമല്ല, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിതരായി നിങ്ങൾ എല്ലാ ദിവസവും ചന്തയിൽ പോകുന്ന രീതി ഒന്നും പാടില്ല. ആഴ്ചയിൽ 1-2 വട്ടം നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പോവുക. എപ്പോഴും അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണം. ആവശ്യമില്ലാത്ത ഒരു കടയിലും സമയം അധികം ചെലവഴിക്കരുത്. യോഗ്യമല്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ നടപ്പും പ്രവർത്തികളും ഇവഞ്ച്വലി ഒഴിവാക്കി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫിലേക്ക് നിങ്ങൾ വരുവാൻ നമുക്ക് ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. 26ാമത്തെ പ്രത്യേകത, കടം വാങ്ങുന്ന സ്വഭാവം ഒഴിവാക്കണം. സന്ദർശിക്കുന്ന ഭവനങ്ങളിൽ സ്വാധീനം കൂടുമ്പോൾ നാം ആരെയും ചൂഷണം ചെയ്യരുത്. എന്താണ്? സന്ദർശിക്കുന്ന ഭവനങ്ങളിൽ സ്വാധീനം കൂടുമ്പോൾ നാം ആരെയും ചൂഷണം ചെയ്യരുത്. ആവശ്യങ്ങളും ഇല്ലായ്മകളും ഞെരുക്കങ്ങളും പരിമിതികളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ സുവിശേഷീകരണത്തിന് വിഘ്നം വരുന്ന യാതൊന്നും നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല, ആവശ്യം പറഞ്ഞ പണം സമുദായ ഭവനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ഭവനങ്ങളിൽ നിന്നും, കാരണം പലർക്കും തോന്നലുണ്ട് പിരിവിനാണ് ഇവർ വന്നത്. നമ്മൾ ഗേറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോഴേ അവരെന്ത് ചെയ്യും? ചില്ലറ എടുത്തുകൊണ്ട് വരും, പൊക്കോ എന്നാന്ന് പറഞ്ഞ്. അപ്പോൾ അവർക്കറിയില്ല. പല ആളുകളും ശീലിച്ചത് അങ്ങനെയാണ്. പണ്ട് 2 ഭിക്ഷക്കാരായ ആളുകളുടെ ഒരു സ്റ്റോറി ഞാൻ വായിച്ചിട്ടുണ്ട്. അതിതാണ്, അവരിങ്ങനെ പറഞ്ഞു പോയി എല്ലാ ദിവസവും ഭിക്ഷയാചിച്ച് വൈകിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും എത്ര കിട്ടിയെന്ന്. എന്നിട്ട് അവർ ഒരുമിച്ച് പറയുകയാണ്, നമ്മൾ ഈ പണിക്ക് ഇറങ്ങിയില്ലായിരുന്നേ തെണ്ടിപ്പോയനെയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും സുവിശേഷം പങ്കുവയ്പ്പാനായി ചെല്ലുമ്പോൾ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഒരു ചിന്തയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പിരിവിന് വന്നവരല്ല എന്ന സാക്ഷ്യം നമ്മുടെ മാന്യതയും നിലനിർത്തും. നമ്മുടെ സന്ദർശനം എത്രയും അവർക്ക് ആശ്വാസകരവും അവരുടെ മനസ്സിന് തണുപ്പും ദൈവമാണ് നിങ്ങളെ അയച്ചത് എന്ന് പറയുവാനും തക്കവണ്ണം ആയിരിക്കണം നമ്മുടെ സന്ദർശനം എന്നുകൂടെ ഞാൻ ഓർപ്പിക്കുന്നു. 27ാമത്തെ കാര്യം ഏറ്റവും വലിയ മുന്നറിയിപ്പാണ്. എന്താണ് ഏറ്റവും വലിയ മുന്നറിയിപ്പ്? സുവിശേഷീകരണം എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്. നന്നായി വചനം ധ്യാനിക്കാതെയും പ്രാർത്ഥിക്കാതെയും ഒരിക്കലും പ്രവർത്തനത്തിന് പോകരുത്. ആ പ്രവർത്തനം കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. ശക്തിരഹിതമായ പ്രവർത്തനത്തിൽ നിന്നും നമ്മൾ പിൻവാങ്ങണം. കാരണം കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. അതുകൊണ്ട് തികഞ്ഞ ദൈവശക്തിയിലും തയ്യാറെടുപ്പിലും വേണം നാം പ്രവർത്തനത്തിന് പോകുവാനായിട്ട്. ഓർത്തിരിക്കുക, ഏറ്റവും വലിയ മുന്നറിയിപ്പാണ് സുവിശേഷീകരണം എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ് എന്നും. നന്നായി ദൈവവചനം ധ്യാനിക്കാതെയും പ്രാർത്ഥിക്കാതെയും പ്രവർത്തനത്തിന് നമ്മൾ പോകരുത്. ആ പ്രവർത്തനം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. ശക്തിരഹിതമായ പ്രവർത്തനത്തിൽ നിന്നും നമ്മൾ പിൻവാങ്ങണം. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് നമ്മൾ ഓർത്തോണം. അതുകൊണ്ട് തികഞ്ഞ ദൈവശക്തിയിലും തയ്യാറെടുപ്പിലും വേണം നാം പ്രവർത്തനത്തിനായി കടന്നു പോകാൻ. 28ാമത്തെ കാര്യം, മതിയായ മുൻകരുതലുകൾ. നമ്മൾ ശരിയായ മുൻകരുതലുകളോടുകൂടി വേണം, മതിയായ മുൻകരുതലോടുകൂടി വേണം നമ്മൾ പോകാനായിട്ട്. ഏത് മേഖലയിലുള്ള ആളിനോടാണ് വചനം പറയാൻ പോകുന്നത് എന്ന് നേരത്തെ അറിയാമെങ്കിൽ അങ്ങനെയുള്ളവരോട് സുവിശേഷം പറയുവാൻ തക്കവണ്ണം എല്ലാ തയ്യാറെടുപ്പോടും കൂടെ വേണം പുറപ്പെടാൻ. അതിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കണം, വചന നിശ്ചയമുണ്ടായിരിക്കണം, ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? ക്രിസ്തുവിൽ ഒരു അനുഭവം ഉണ്ടായിരിക്കണം. ആ അനുഭവങ്ങളാണ് നമ്മളെ കൂടുതൽ ആളുകളോട് ഷെയർ ചെയ്യാൻ. അതിനകത്ത് ഒരു ഷുഗർ കോട്ടും ഇല്ലാതെ, ഒരു അതിശയോക്തിയും ചേർക്കാതെ, ഒരു കള്ളത്തരവും പറയാതെ, ഒരു ഉപായങ്ങളും പ്രയോഗിക്കാതെ കർത്താവ് ചെയ്ത കാര്യം മാത്രം, അത് വളരെ ചുരുക്കമായിട്ട്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വിശാലമായി പങ്കുവയ്ക്കാനുള്ള അവസരങ്ങളെല്ലാം
പരിശീലനത്തിൽ നൽകുന്നുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കൃത്യമായി ടൈമിംഗ് തരും. ആ ടൈമിംഗ് തരുമ്പോൾ അത് കടഞ്ഞെടുത്ത വാക്കുകൾ പോലെ വേണം ദൈവവചനം പങ്കുവയ്ക്കാനായിട്ട്. ടൈം തരുമ്പോൾ ആ ടൈമിനുള്ളിൽ, അപ്പം നിങ്ങൾ വാച്ച് നോക്കണം, എത്ര വാസ്റ്റായിട്ടുള്ള മെസ്സേജാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു പുസ്തകം നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ ബാക്കിൽ ആ പുസ്തകം എന്താണ് എന്നുള്ളതിൻ്റെ കാമ്പും കൂമ്പും അതിൻ്റെ രത്നച്ചുരുക്കം, അതിൻ്റെ സമ്മറി അവിടെ വെച്ചിരിക്കും. എന്ന് പറയുന്ന പോലെ അതിൻ്റെ എസൻസ് മാത്രം പറയാനുള്ള ശീലം നമ്മൾ പരിചയിക്കണം. അപ്പോൾ വചനം നിശ്ചയം വേണം, അനുഭവം വേണം, ഉറച്ച വിശ്വാസം വേണം. എന്നിവയോടുകൂടിയ പ്രവർത്തനങ്ങൾ നല്ല ഫലം കാഴ്ചവെക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. വിവേചനത്തോടുകൂടി സംസാരിച്ചാൽ ഹൃദയസ്പർശിയായ വചനങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും. നമ്മൾ ദൈവവചനം പങ്കുവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ഫുൾ നിയന്ത്രണത്തിലാണെങ്കിൽ നമുക്ക് അവരെ, ദൈവാത്മാവ് അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കി തരും. അപ്പോൾ ആ വിവേചനത്തോടുകൂടി, താങ്ക് യു ജീസസ്, ആമേൻ, താങ്ക് യു ലോർഡ്, സ്തോത്രം സ്തോത്രം സ്തോത്രം, അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ആത്മനിയോഗത്തിൽ അവരോട് വചനം പങ്കുവയ്ക്കാനായിട്ട് കഴിയും. മാത്രമല്ല, വചനം പറയുന്നതിന് മുമ്പ് അവർക്കായി ശക്തമായി പ്രാർത്ഥിച്ചിട്ട് മാത്രമേ പുറപ്പെടാവൂ. ഞാൻ പലപ്പോഴും ചില ഭവനങ്ങളിൽ ദൈവം അയക്കുമ്പോൾ വളരെ പ്രാർത്ഥിക്കുകയും, കർത്താവെ, അവർക്ക് ആത്മീയ വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവർ തുറന്ന് ചോദിക്കാൻ ഇടയാക്കണമേ, അതിന് അനുയോജ്യമായ മറുപടി ദൈവവചന വെളിച്ചത്തിൽ പറയാൻ അടിയന് കൃപ നൽകണമേ എന്ന് പറഞ്ഞ് വളരെ പ്രാർത്ഥിച്ചു പോയ നിരവധി ഭവനങ്ങളുണ്ട്. എനിക്ക് ആത്മാക്കളെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതലും പേഴ്സണൽ ഇവാഞ്ചലിസത്തിലൂടെയാണ്. അപ്പോൾ അവരുടെ സംശയങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നാം ശക്തമായി പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിടുവിക്കപ്പെടാനോ ദൈവവചനം കേൾക്കാനോ താല്പര്യമുള്ളവർക്ക് വേണ്ടി നാം ദൈവവചനം പങ്കുവയ്ക്കുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയാണ്. അപ്പോൾ സുവിശേഷീകരണത്തിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കണം. സുവിശേഷം എത്തുന്നതിന് മുമ്പ് പ്രാർത്ഥന എത്തണം. അതാണ് ഫലകരമായ സുവിശേഷീകരണം. സുവിശേഷം എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തണം. അതാണ് ഫലകരമായ സുവിശേഷീകരണം. അപ്പോൾ പ്രാർത്ഥിക്കാതെ സുവിശേഷം അറിയിക്കാൻ പോകുന്നത് രോഗി യുദ്ധത്തിന് പോകുന്നത് പോലെയാണ്. എന്താണ്? വളരെ പ്രാർത്ഥിക്കാതെ, ഇനിയും പ്രാർത്ഥിക്കാനൊന്നും സമയമൊന്നുമില്ല. ഞാൻ ഗുജറാത്തിലായിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരു സ്നേഹിതൻ, അദ്ദേഹം കാശ്മീരിലൊക്കെ കർത്താവിൻ്റെ വേല ചെയ്ത മനുഷ്യൻ, ദേവദാസനാണ്. അദ്ദേഹം ബഥേൽ ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് കയറിയ സമയത്ത് എന്നോട് പറഞ്ഞിടൂ, വെക്കേഷൻ സമയത്ത് ഞാനും കൂടെ വരുന്നു, കച്ചിൽ ഞാനും കൂടെ വരുന്നു, നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യും. അപ്പം ഞാൻ അവിടെ വെളുപ്പിന് 4 മണിയാകുമ്പോൾ കർത്താവിനെ 3:30 കഴിയുമ്പോൾ തട്ടി ഉണർത്തും. 3 മണിക്കൂർ രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഉച്ചവരെ ഫാസ്റ്റിംഗ് ആണ്. ആ സമയത്ത് ദൈവവചനം ധ്യാനിച്ച് അങ്ങനെയുള്ള നല്ല ഒരുക്കത്തോടെയാണ് ഗ്രാമങ്ങളിൽ പോകുന്നത്. അന്ന് 147 കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ ഒരൊറ്റ മിഷണറി മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ, എനിക്ക് മുമ്പുണ്ടായിരുന്ന ദൈവദാസന്മാരെയൊക്കെ 3 മാസം 6 മാസം കൂടിയിരിക്കുമ്പോൾ അവിടുന്ന് ഓടിക്കുമായിരുന്നു. അപ്പോൾ അവരെക്കാൾ വണ്ണം കുറഞ്ഞ, കഴിവ് ഇല്ലാത്ത, ഉയർന്ന വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാളായിട്ടാണ് ഞാൻ അവിടെ അന്ന് ചെല്ലുന്നത്. അപ്പം എന്നെ കണ്ടപ്പോഴേ സമീപത്തുള്ളവർ പറഞ്ഞു, ബലവാന്മാരെയൊക്കെ നമ്മൾ 3 മാസം കൊണ്ട് ഓടിച്ച്, ഈ ഊപ്പച്ചെറുക്കനെ നമുക്ക് ഒരാഴ്ച പോലും വേണ്ട ഓടിക്കാൻ എന്നാണ് എൻ്റെ കാതുകൊണ്ട് കേട്ടത്. സ്തോത്രം. കാരണം എനിക്ക് മുമ്പിൽ താമസിക്കുന്ന 2 ഇൻസ്പെക്ടർമാരാണ്. അവരോരോ മുറിയിൽ താമസിക്കുന്നു. ഞാൻ ഇപ്പുറത്ത് 2 മുറി, ഒരു മുറി പ്രയർ ഹോമായിട്ട്, ഒരു മുറി താമസത്തിനായിട്ട്. സ്തോത്രം. ഞാൻ പല പ്രാവശ്യം നിങ്ങളോടതിൽ മറ്റ് ക്ലാസ്സുകളിൽ കയറിയിട്ടുള്ളവരോട് പങ്കുവച്ചിട്ടുള്ളതാണ്. ആരാധനയെ അലക്ഷ്യമാക്കുന്ന വിധത്തിൽ അസഭ്യങ്ങൾ പറഞ്ഞ് പുറത്തിരുന്നു. പക്ഷെ അവരെല്ലാം ദൈവ സന്ദർശനം ഭയങ്കരമായി ഉണ്ടായി. ദൈവത്തെ ഭയപ്പെട്ടു പോയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. ഒരുപാട് ആത്മാക്കളെ കർത്താവ് വിടിവിക്കുന്നത് കാണാനായിട്ട് ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കണം, പ്രയർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രാർത്ഥന വിജയവും സംരക്ഷണവുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയില്ലാതെ പ്രവർത്തനത്തിന് പോകുന്നത് അപകടമാണ്. അപ്പം എൻ്റെ സ്നേഹിതനോട് പറഞ്ഞു, എടാ നീ വരുമ്പോഴേ ഒരു കാര്യം ചെയ്യണം, നീ വളരെ പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് വേണം ഇവിടെ വരാനായിട്ട്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി ദൈവസേന ഇരിക്കാനോ സമയം അതിനായി വേറിട്ടിരിക്കാനൊന്നും കഴിഞ്ഞില്ല. അദ്ദേഹം നേരെ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന മിഷൻ ഫീൽഡിൽ വന്നു. ഞാൻ ആദ്യം ചോദിച്ചത് ഇങ്ങനെയാണ്, അവറച്ച നീ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചിട്ടാണോ വന്നേ? എടോ അതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞു, അവറാച്ച ഞാനൊരു കാര്യം പറയാം, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ വീട്ടുടയവൻ്റെ കോപ്പ് കവർന്നെടുക്കാനായിട്ട് കഴിയുകയില്ല എന്നാ തിരുവെഴുത്ത് പറയും. അതുകൊണ്ട് ഞാനിവിടെ ഈ ദേശത്ത് നിൽക്കുന്നത് വളരെ ഫാസ്റ്റിങ്ങോടും വളരെ ദൈവാശ്രയത്തോടും കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ തോളിൽ തട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞിടൂ, അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ ഭക്ഷിച്ചാരാധിക്കും, നിങ്ങളോ വിശന്നിരിക്കുമെന്നാണ് വചനം. അതുകൊണ്ട് എനിക്ക് ഉപവാസമൊന്നും ഇപ്പോൾ ആവശ്യമില്ല. അപ്പം ഞങ്ങൾ ഉപവാസത്തിൻ്റെ വിഷയത്തിൽ ഭയങ്കര തർക്കവാദങ്ങളുണ്ടായി. സ്തോത്രം. അവസാനം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് പ്രവർത്തനത്തിന് പോയിട്ട് മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അരയ്ക്ക് താഴ്വശം അതിഭയങ്കരമായ വേദന ആരംഭിപ്പാനിടയായിത്തീർന്നു. അതിഭയങ്കരമായ വേദന, തൻ്റെ ഭക്ഷണത്തിന് ഭയങ്കര വേദന അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു. എന്തിനു പറയുന്നു? അദ്ദേഹം മരുന്നെടുക്കാത്ത ആളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആയപ്പോഴത്തേന് തൻ്റെ മടിഭാഗം അതിഭയങ്കരമായി വീർക്കാനിടയായി. തനിക്ക് യൂറിനറി പ്രശ്നമായി, വലിയ പ്രയാസമായി. അപ്പോൾ എന്നോട് പറഞ്ഞു, എടോ ഇത് വല്ലാത്ത പ്രയാസത്തിലേക്ക് എനിക്ക് നീങ്ങിയാണ്, അടിവസ്ത്രം ഇടാൻ പറ്റുന്നില്ല, അത് വീർത്ത് വരികയാണ്. ഞാൻ പറഞ്ഞു, നാം ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചത് കൊണ്ടാണ് ഈ വിഷയം നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് നീ ഈ ദേശത്തിൻ്റെ അതിരി വിട്ടു പോകുമ്പോൾ നിന്റെ ആ രോഗം വിട്ടുപോകുന്നു. പിറ്റേ ദിവസം അദ്ദേഹം ട്രെയിൻ കയറി പോയി. നിങ്ങൾക്കറിയാമോ, ആ സ്റ്റേറ്റ് വിട്ടപ്പോൾ തൻ്റെ രോഗം വിട്ടുപോയി. പിന്നീട് അദ്ദേഹം എനിക്ക് എഴുതാറുണ്ട്, ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രാധാന്യം ഇത്രമാത്രം വലുതാണ് എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. താൻ നല്ല അറിവുള്ള മനുഷ്യനാണ്. പിൽക്കാലത്ത്, ഇന്ന് എൻ്റെ അറിവ് ശരിയെങ്കിൽ അദ്ദേഹം എല്ലാ വർഷവും 40 days ഇരിക്കാറുണ്ട്, നിയോഗം കിട്ടി. തൻ്റെ മദറിലോ 10-72 വയസ്സുണ്ടെങ്കിലും എല്ലാ വർഷവും 2-3 പ്രാവശ്യം 40 days ഇരിക്കുന്ന ശീലം ആ മാതാവിനുണ്ട്. പ്രൈസ് ലോർഡ്. അനേകം രാജ്യങ്ങളിൽ പിന്നീട് അദ്ദേഹത്തെ ദൈവം ഉപയോഗിക്കാനിടയായിത്തീർന്നു. ഞാൻ പറഞ്ഞു വന്നത്, ചൂണ്ടലില്ലാതെ മീൻ പിടിക്കാൻ പോകുന്നതിന് തുല്യമാണ് പ്രാർത്ഥനാ ജീവിതമില്ലാതെ കർത്താവിൻ്റെ വേലയ്ക്ക് പോകാൻ ഇടയായിത്തീരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ 16 മുതൽ 28 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആവർത്തിച്ച് കേൾക്കണം. അപ്പോൾ നമ്മൾ ചിന്തിച്ചത് 16-ാമത്തെ കാര്യം, ഒരു വസ്തുവിലോ വ്യക്തിയിലോ മാത്രം തുറച്ചു നോക്കരുത്. 17-ാമത്തെ കാര്യം, ആദ്യ സന്ദർശനത്തിൽ തന്നെ ഏറെ സൂക്ഷ്മത പാലിച്ചിരിക്കണം. 18-ാമതായി നമ്മൾ ശ്രദ്ധിച്ച്, നാം അവരെ പഠിക്കുന്നത് പോലെ അവർ നമ്മയും പഠിക്കുകയാണ്. 19-ാമതായി നമ്മൾ ശ്രദ്ധിച്ചത്, ഭൗതിക വിഷയങ്ങളിൽ ഒത്തിരി കടക്കാതെ വന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിരിക്കണം എന്ന് ചിന്തിപ്പാനിടയായി തീർന്നു. 20-ാമത് നമ്മൾ ശ്രദ്ധിച്ചത്, കുട്ടികളെ ശരീരത്തോട് അധികം അടുപ്പിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അല്ല കേട്ടോ. പ്രൈസ് ഗോഡ്. കുഞ്ഞും അടിമടിയത്ത് വരുമ്പടി ഷാജി മാത്യു ഇടമം പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ ഒന്നും അധികം ശരീരത്തോട് അടുപ്പിക്കരുതെന്ന് പറഞ്ഞ്, നീ അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ. പ്രൈസ് ലോർഡ്. ഓക്കെ, നമ്മൾ വളരെ വിവേകത്തോടെ ആയിരിക്കണം എന്നുള്ളതാണ്. 21-ാമതായി ശ്രദ്ധിച്ചത്, പ്രാർത്ഥനയിലെ അബദ്ധങ്ങൾ ഒഴിവാക്കുക എന്ന് നാം കേട്ടു. 22 സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രമുള്ള ഇടത്ത് എതിർലിംഗക്കാരായ ആളുകൾ അധികം സമയം ചെലവിടരുത് എന്ന് നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. അതുപോലെ സംസാര ഭാഷ മനസ്സിലാക്കി സംസാരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ചിന്തിച്ചു. 24-ാമത് പരസ്യ നടപ്പിൽ വരുന്ന വില കുറഞ്ഞ ചെയ്തികൾ ഒഴിവാക്കണമെന്ന് നാം ചിന്തിച്ചു. 26 കടം വാങ്ങുന്ന സ്വഭാവങ്ങൾ ഒഴിവാക്കുക. 27 ഏറ്റവും വലിയ മുന്നറിയിപ്പ്
നമുക്ക് കേൾപ്പാനിടയായി സുവിശേഷീകരണം ഒരു യുദ്ധമാണെന്നും നന്നായി ദൈവത്തിൻ്റെ വരം ധ്യാനിക്കാതെയും പ്രാർത്ഥിക്കാതെയും പ്രവർത്തനത്തിന് പോകരുത്, ആ പ്രവർത്തനം കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് നമ്മൾ ശ്രദ്ധിപ്പാനിടയായി. 28 മതിയായ മുൻകരുതലുകൾ. അതിന് നമുക്ക് അനുഭവം ആവശ്യമാണ്, വചന നിശ്ചയം ആവശ്യമാണ്, ഉറച്ച വിശ്വാസം ആവശ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിപ്പാൻ ഇടയായി തീർന്നു. വചനം പറയുന്നതിന് മുമ്പ് അവർക്കായി നമ്മൾ ശക്തമായി പ്രാർത്ഥിച്ചിട്ട് മാത്രമേ പുറപ്പെടാവൂ എന്നും ശ്രദ്ധിച്ചു. സുവിശേഷീകരണത്തിന് മുമ്പ് പ്രാർത്ഥിക്കണം, സുവിശേഷം എത്തുന്നതിന് മുമ്പ് പ്രാർത്ഥന അവിടെ എത്തണം. അതാണ് ബലകരമായ സുവിശേഷീകരണം. പ്രാർത്ഥിക്കാതെ സുവിശേഷം അറിയിക്കാൻ പോകുന്നത് രോഗി യുദ്ധത്തിന് പോകുന്നതിന് തുല്യമാണ്. അപ്പൊ പ്രാർത്ഥന വിജയവും സംരക്ഷണവുമാണ്. അപ്പോൾ ചൂണ്ടലില്ലാതെ മീൻ പിടിക്കാൻ പോകുന്നതിന് തുല്യമാണ് പ്രാർത്ഥനയില്ലാതെ സുവിശേഷ പ്രവർത്തനത്തിന് കടന്നു പോകുന്നത് എന്നുള്ളത്. കർത്താവിനെ വെച്ചാൽ നാളെ നമുക്ക് മിഷൻ ഫീൽഡിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഒക്കെ ആയിരിക്കും. ദൈവം അനുവദിച്ചാൽ നാളെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വൈകിട്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിനോദിച്ചാൽ കാണാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ജസ്ലി പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ലോർഡ്. ആമേൻ. അതിനുശേഷം അഞ്ചും few words പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. പരിശുദ്ധ കർത്താവേ, നല്ല ദൈവമേ, സ്തുതിക്കുന്ന അപ്പ. ഹല്ലേലൂയ. ഈ ദിവസത്തിന്റെ ഈ മീറ്റിംഗിനോടൊപ്പം കർത്താവേ നിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ശുശ്രൂഷ വേലയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ പ്രാർത്ഥനയോട് ജാഗരിച്ചും പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സാഴ്ത്തിയേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം, സമർപ്പിച്ചു പോകുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുവാനായിട്ട് ഉള്ള ക്ലാസ് കേൾക്കുവാനുള്ള ഇടയാക്കിയുള്ള കർത്താവെ, വിവേകത്തോടും ജ്ഞാനത്തോടും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഉള്ള പല രീതികളെ കുറിച്ചും പല ആവശ്യകതകളെ കുറിച്ചും പഠിക്കാനും കേൾപ്പാനും സഹായിച്ചല്ലോ കർത്താവെ. നിനക്ക് നന്ദി കർത്താവെ. ഹല്ലേലൂയ. കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെ സഹായിക്കണം. നിന്റെ തത്സമയത്തുള്ള ഹല്ലേലൂയ വിവേചന ബുദ്ധിയോടെ വചനത്തെ വിളമ്പുവാൻ തക്കവണ്ണം എക്യുപ്പാകുവാൻ തക്കം കർത്താവെ ഞങ്ങളെ സഹായിക്കണം. പിതാവെ, അവിടുന്ന് നല്ല ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, ഞങ്ങൾ ഇന്ന് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു പിതാവേ. അവിടുന്ന് തന്ന ഒരു അവസരത്തിനായി നന്ദി പറയുന്നു കർത്താവേ. കർത്താവെ, ആ വിവേകത്തിന്റെ മുത്തുകൾ ഞങ്ങൾക്ക് പകർന്നു തരുന്നതിനായി കർത്താവെ, അതിന് അവിടുന്ന് ഒരുക്കിയ അവസരത്തിനായി കർത്താവെ ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങൾ കേട്ട ഓരോ കാര്യങ്ങളും ഓരോ പോയിന്റ്സും കർത്താവെ അത് ഹൃദയത്തിൽ ഹൃദയസ്ഥമാക്കിക്കൊണ്ട് ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്ത് കർത്താവെ അങ്ങേ മഹത്വത്തിന് ആകുന്ന വിധത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണേ. പരിശുദ്ധാത്മാവിന്റെ വിവേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണേ കർത്താവെ. ഞങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ശോഭിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളിലൂടെ വിടുവിക്കപ്പെടേണ്ട ആ ആത്മാക്കളെ ഞങ്ങൾക്ക് കണക്ട് ചെയ്ത് അവിടുന്ന് തരുമ്പോൾ കർത്താവെ, വിവേകത്താല് ഞങ്ങളുടേതായ ജഡത്തിന്റെ ഒരു സ്വഭാവം ഇല്ലാതെ കർത്താവെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ, ഞങ്ങളുടെ സാക്ഷ്യങ്ങളെ കർത്താവിന്റെ മഹത്വത്തിനായി അത് മാത്രം പറയുവാൻ, വിശ്വാസത്തെ ബലപ്പെടുത്തുവാൻ, വചനത്തിൽ ആഴമായി റൂട്ടഡ് ആവുവാൻ കർത്താവെ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ഫലവും ജ്ഞാനവും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ. യേശുവേ, പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഹൃദയത്തിൽ അത് അടിയുറച്ച് കിട്ടുവാൻ കർത്താവെ അവിടെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ കർത്താവെ. യേശുവെ, ഞങ്ങളെ കാണുന്നവർ കർത്താവിനെ കാണേണ്ടതിന് ഞങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഞങ്ങളുടെ വാക്കില്, നോട്ടത്തില്, പ്രവൃത്തിയില് എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും കർത്താവ് ഞങ്ങളെ നോക്കുന്നു എന്നതുപോലെ തന്നെ ലോകവും ഞങ്ങളെ നോക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ. ആകയാൽ ഞങ്ങൾ മുഖാന്തരം അങ്ങയുടെ നാമം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് കർത്താവെ ഞങ്ങളെ ഒരു നല്ല ക്രിസ്ത്യൻ ഡിസിപ്ലിനിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ ജീവിത പങ്കാളികളെയും കുഞ്ഞുങ്ങളെയും അവിടുന്ന് കൊണ്ടുവരണേ കർത്താവെ. ലോകത്തിൻ്റെതായ ആകുലതകൾ പൂർണ്ണമായി ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണേ കർത്താവെ. ഞങ്ങളുടെ ഫോക്കസ് എപ്പോഴും സ്വർഗത്തിലായിരിക്കും. ഈ ലോകത്തിലുള്ളതിനെ എല്ലാം ഉച്ഛിഷ്ടമെന്ന് എണ്ണിക്കൊണ്ട് കർത്താവെ
അത് ഫോക്കസ് എപ്പോഴും അവിടെ ആയിരിക്കുവാൻ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണം കർത്താവ്. സീക്ക് ഫസ്റ്റ് കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഓൾ ദിസ് തിങ്സ് ഷാൽ ബി ആഡഡ് അൺടു us. കർത്താവ് ഞങ്ങൾ അതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ആക്കിയാൽ കർത്താവെ പിശാച മുള്ളുകളുടെ ഇടയിലിട്ട വിത്ത് പോലെ ആകാതെ ഈ കേൾക്കുന്ന ഓരോ വിത്തുകളും ലോകത്തിൻ്റെതായ ഞെരുക്കങ്ങൾ വന്ന് ഞങ്ങളെ നിന്നത് ഫലം പുറപ്പെടുവിക്കാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അത് ഇമ്മച്ചുറായി വാടിപ്പോകുന്ന വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അതിനെ അനുവദിക്കരുതേ പിതാവേ. ഞങ്ങളുടെ മേൽ അതിന്റെ അങ്ങയുടെ കരുണയുടെ കരം എപ്പോഴും കൂടെ ഇരിക്കണം കർത്താവെ. ഒരിക്കൽ കൂടി ഈ ഓൺലൈൻ സെമിനാരിയിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളെ, അവരുടെ കുടുംബത്തെ, അവരുടെ മക്കളെ എല്ലാം സമർപ്പിക്കുന്നു കർത്താവ്. കേട്ടത് പ്രാക്ടിക്കൽ ആക്കുവാൻ, കർത്താവിന്റെ നാമത്തിൽ അതിനെ അപ്ലൈ ചെയ്യുവാൻ, കുടുംബമായി കർത്താവിന്റെ വേലയിൽ അത് അപ്ലൈ ചെയ്യുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണേ കർത്താവ്. പരിശുദ്ധാത്മാവ് ഞങ്ങൾ വഴി നടത്തണേ. സകലത്തും യേശുവിന്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അനു എക്സാം പാസ്സായ കാര്യം ഞാൻ പൊതുവായി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you everyone. 2 Corinthians chapter 13 verse ലാസ്റ്റ് ഒരുമിച്ച് വായിക്കാം. സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ 14-ാമത്തെ വാക്യം എന്താണ്? 2 Corinthians chapter 13 verse 14. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് വേദവിദ്യാർത്ഥികൾ എല്ലാവരും ഒരുമിച്ച് പറയണം ഞാൻ പറയുമ്പോൾ. ഓക്കെ. 2 Corinthians chapter 13 verse 14. ഓക്കെ. ആശീർവാദ വാക്യമാണ്. ഒരുമിച്ച് പറയണം എല്ലാവരും. ഓക്കെ. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ. യെസ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ കൂട്ടായ്മയും എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഓക്കെ. God bless you. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you, Pastor. God bless you all. Thank you, Pastor. God bless you. Thank you. എല്ലാവരും എൻ്റെ ഹെൽപ്പിനായിട്ടും പ്രാർത്ഥിക്കണം കണ്ടിന്യൂ ആയിട്ട്. God bless you all. Amen. ആമേൻ.